ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ അച്ചൂട്ട ഇന്നലെ രാത്രി നേരത്തെ 8:30-ക്ക് കിടന്നുറങ്ങിയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നേരത്തെ 5 മണിക്ക് തുടങ്ങിയ കളിയാണ്. പിന്നെ ഒരുവിധം കിടത്തി ഞാനൊരു 6:30 വരെ ആക്കി. പിന്നെ 6:30 ആയപ്പോൾ എണീറ്റിരുന്ന് അവൻ്റെ ഉറക്കം ശരിക്കും പോയി കേട്ടോ. എൻ്റെ ഉറക്കമാണ് പോകാത്തത്. പിന്നെ ഞാൻ അവനെ അവിടെ പിടിച്ചിരുത്തി കുറച്ച് നേരം മടി വെച്ച് ആട്ടി നോക്കി ഉറങ്ങുമോ എന്നറിയാൻ വേണ്ടി. എൻ്റെ ഉറക്കം പോയില്ല. എപ്പോഴും 10 മണിക്ക് എണീച്ചിട്ട് എനിക്കത് ശീലമായിപ്പോയി. പിന്നെ അവനെ വെച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ 7 മണിയാകുമ്പോഴാണ് ശരിക്കും കണ്ണൻ പോകുന്നത്. എപ്പോഴും കണ്ണൻ പോയി കഴിയുമ്പോൾ ഞാൻ വാതിലടച്ച് തിരിച്ച് അവൻ്റെ അടുത്ത് വന്ന് കിടന്നുറങ്ങും. അച്ചൂട്ടൻ്റെ അടുത്ത് വന്ന് കിടന്നുറങ്ങുന്നതാണ് പതിവ്. ഇന്നത് നടന്നില്ല. പിന്നെ അവൻ എന്ത് ചെയ്തിട്ട് ഉറങ്ങിയില്ല. പിന്നെ ഞാൻ എഴുന്നേറ്റ് അവന് മുട്ട പുഴുങ്ങി കൊടുക്കാം. മുട്ട പുഴുങ്ങിയതൊന്നും കഴിക്കില്ല കേട്ടോ. പുഴുങ്ങിയതും കറി വെച്ചാലും പൊരിച്ചാലും ഒന്നും കഴിക്കില്ല. പിന്നെ ഹാഫ് ബോയിലാക്കി കൊടുത്താൽ കഴിക്കും. അങ്ങനെ അത് കൊടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പം കണ്ണനുണ്ട് പഴം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പഴം വാങ്ങാൻ വേണ്ടി പോയി. പഴമാണെങ്കിൽ അച്ചൂട്ടൻ രാവിലെ കഴിച്ചോളും. അതുകൊണ്ട് നിർബന്ധമില്ലാതെ കഴിക്കുന്നതായതുകൊണ്ട് പഴമാണ് മിക്കവാറും ദിവസം അവന് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കണ്ണൻ പഴം കൊണ്ട് തന്നു. അത് കിട്ടിയപ്പോഴത്തേനും അച്ചൂട്ടൻ്റെ സന്തോഷമൊന്നും പറയണ്ടായിരുന്നു. അച്ഛനെ കണ്ട സന്തോഷവും പിന്നെ പഴം കിട്ടിയ സന്തോഷമാണ് അച്ചൂട്ടൻ്റെ മുഖത്ത് കാണുന്നത്. പഴം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരു പഴം എടുത്ത് കയ്യിൽ അങ്ങനെ കഴിക്കുമൊന്നുമില്ല, അത് വെറുതെ പിടിക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് തീരെ കഴിക്കില്ല. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ നല്ല മഴ. ഞങ്ങളെന്തോ ഭാഗ്യത്തിന് പഴം വാങ്ങാൻ താഴെ പോയപ്പോൾ മാത്രം മഴയില്ലായിരുന്നു, ചാറുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോക്കുമ്പോൾ നല്ല മഴ പിന്നെയും പെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി. അടുപ്പത്ത് മുട്ട എന്തായാലും ആയായിരുന്നു കേട്ടോ. മുട്ട ഹാഫ് ബോയിൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുമല്ലോ. മുട്ട മാറ്റി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് കറണ്ട് വന്നും പോയും കളിക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ നല്ല മൂടി കെട്ടിയായിരുന്നു, ഇരുടായിരുന്നു അകത്തൊക്കെ. ഞാൻ ഈ മുഖത്ത് ക്രീമൊക്കെ തേക്കുന്ന കാണുമ്പം അവനും വേണമെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഇപ്പോഴും പറഞ്ഞ് ഞാനതിൻ്റെ വെറുതെ ഒന്ന് എടുത്ത് ക്രീമാക്കുന്ന പോലെയൊക്കെ ഒന്ന് ആക്കി കൊടുത്ത് കുറച്ച് നേരം മുഖത്തൊക്കെ ഇങ്ങനെയൊക്കെ കൊഞ്ചിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവന് സമാധാനമായി. എന്നുള്ളത് തന്നെയാണ്. എന്നും ഇങ്ങനെ കുറച്ച് കൊഞ്ചിക്കാനാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ ഇടയ്ക്കും കറണ്ട് വന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അവന് ഈ നോക്കുന്ന പുറത്ത് മഴ നോക്കുന്നതാണ്. ഇങ്ങനെ കൊഞ്ചിക്കാനാണെങ്കിൽ അവൻ എത്ര നേരം വേണമെങ്കിൽ എൻ്റെ കയ്യിലിരുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ തോന്നിയിട്ട് വിളിച്ചാൽ പോലും എൻ്റെ അടുത്ത് വരില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വെള്ളത്തിൽ തണുക്കാൻ വേണ്ടി ഇട്ട് വെച്ച മുട്ട എടുത്ത് പൊട്ടിച്ച് ഇത്രയാവുന്ന കേട്ടോ അവനിഷ്ടം. അധികം വെന്തിട്ട് ഇങ്ങനെ പുഴുങ്ങി കൊടുക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഇങ്ങനെ ഹാഫ് ബോയിലാക്കിയിട്ട് അതങ്ങ് കോരി കൊടുക്കുകയാണെങ്കിൽ കുടിച്ചോളും. ഇത് കണ്ട, അത് കണ്ടപ്പോൾ തന്നെ അവന് ആ മുട്ടേൻ്റെ തോല് ഞാൻ പൊളിക്കുന്ന കണ്ടപ്പോൾ തോല് പൊളിക്കണം. പിന്നെ വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന കണ്ടവിടെ തന്നെ എന്നോട് പറഞ്ഞു, അമ്മ അവനെല്ലാം തന്നെ ചെയ്യണം. അങ്ങനെ ഇപ്പോൾ അത് തൊട്ട് നോക്കാൻ പോകുന്നതാണുണ്ടോ. ഇഷ്ടമാണ്, അങ്ങനെ കുടിക്കുന്ന ഇഷ്ടമായതുകൊണ്ടാണ് ഇത് ആക്കുന്നത്. അല്ലെങ്കിൽ ആ പരിസരത്ത് പോലും വരില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മഴയൊക്കെ കാണിച്ച് കോരി കൊടുത്തു. അപ്പോഴത്തേക്ക് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് അനങ്ങാതിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്ക് ഒച്ച കേൾക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഞാനൊന്നെടുത്ത് കൊഞ്ചിച്ച്. രാവിലെ ആയതുകൊണ്ട് തീരെ അവൻ നിലത്തിറങ്ങി കളിക്കില്ല. കുറച്ച് നേരം കഴിയണം കളിക്കണമെങ്കിൽ. പിന്നെ ഞാൻ വിചാരിച്ച് പഴം പുഴുങ്ങുന്നുണ്ടല്ലോ, എന്നാൽ കുറച്ച് ഉപ്പുമാവ് ആക്കാമെന്ന് വെച്ച് പെട്ടെന്ന് ഉപ്പുമാവ് ആക്കാൻ വെച്ചു. പഴവും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ആവുന്നവരെ കൊഞ്ചിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൊഞ്ചിച്ച് തരുന്നതാണ്. പിന്നെ പഴവും പുഴുങ്ങി ഉപ്പുമാവായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചെടുത്തു. പിന്നെ ഉപ്പുമാവ് എനിക്ക് ഉപ്പുമാവ് വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും അങ്ങനെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആക്കിയതാണ്. പിന്നെ അച്ചൂട്ടനും ഉപ്പുമാവ് കഴിച്ചില്ല കേട്ടോ. പിന്നെ അച്ചൂട്ടൻ ആ പഴം മാത്രം കഴിച്ചുള്ളൂ. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചൂട്ടൻ്റെ വിശപ്പ് മാറിയപ്പോൾ പിന്നെ അവൻ കളിക്കാൻ തുടങ്ങി. ഇത് കൊടുത്തത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ. മുട്ട കൊടുത്തു കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് അവൻ്റെ കൂടെ കുറേ നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഉപ്പുമാവ് തിന്നിട്ട് നെഞ്ചത്തെന്തോ പോലെ. പിന്നെ ഞാനൊരു ലൈമാക്കി കുടിച്ചു. അതെന്തോ ചിന്തിച്ചിട്ടാണ് കുടിക്കുന്നത്. ഞാൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തോ ചിന്തിച്ചിട്ടാണ് കുടിക്കുന്നത്. പിന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ തന്നെ ഭയങ്കര പുളിയായിരുന്നു ആ ലൈമിൻ്റെ ആ ഒരു തരിത്തരിക്ക്. പിന്നെ അത് കഴിഞ്ഞ് അച്ചൂട്ടനും കൊടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ അവന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിത്തിരി കൊടുത്തു. അത് അവൻ അവിടെ ഇരുന്ന് കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവനെ അച്ചൂട്ടനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചൂട്ടൻ കിടന്നുറങ്ങി. അച്ചൂട്ടൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ബാക്കി പണിയെടുക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെറുതെ ഭിത്തിയിലേക്ക് നോക്കുകൊണ്ട് വലയിട്ടിട്ടാട്ടോ കിടത്തുന്നത്. ഇവിടെ നല്ല കൊതുകാണ്. പിന്നെ അത് ഞാൻ ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ ഒരു കൊതുക് ഇങ്ങനെ ചോരയും കുടിച്ചിരിക്കുക. അത് പക്ഷേ ഇപ്പോൾ കുടിച്ചൊന്നും അല്ലാന്ന് തോന്നുന്നു. അത് ഇന്നലെ രാത്രി എങ്ങാനും കുടിച്ചിരിക്കുന്നത്, മയങ്ങിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ എടുത്തപ്പോഴാണ് വെറുതെ വീഡിയോ എടുത്തതാണ്. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ അതിനകത്ത് അതിൻ്റെ മേത്തുള്ള ഡിസൈൻ അതിൽ നല്ലോണം കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെറുതെ ഇട്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് അവനെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു.
വൈകുന്നേരം അടിച്ചു വാരി ഇട്ടതുകൊണ്ട് തന്നെ വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ എടുത്ത് വെച്ച കസേരയ്ക്ക് എത്ര നേരം വെച്ചിട്ടുണ്ടെങ്കിൽ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടും. എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആകെ ഇത്രയും സ്ഥലമുള്ളൂ കേട്ടോ. റെൻറ്റിനായതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളെ സ്വന്തം നാടൊന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ വീടൊന്നും നോക്കാത്ത ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇതിന് തന്നെ അത്യാവശ്യം നല്ല റെൻ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഹസ്ബൻഡിന് ഇവിടെ ജോലി ആയതുകൊണ്ട് കേട്ടോ ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങളെ നാട് കണ്ണൂരാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാനത് അടിച്ചു വാരിയൊക്കെ ഒന്ന് അടിച്ചു വാരി കഴിയാറായപ്പോഴത്തേക്ക് തന്നെ അച്ചൂട്ടൻ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് അടിച്ചു വാരി അവിടെ വെച്ച് അച്ചൂട്ടനെ പോയി എടുത്ത് ആയപ്പോഴത്തേക്കും പിന്നെ കണ്ണൻ വന്നു. പിന്നെ അത് കഴിഞ്ഞ് കണ്ണൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോവാം. ഞാൻ ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുന്നേ. എവിടെയെങ്കിലും പോവാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ പോകുമ്പം ഇത് കണ്ടോ, ഈ ഒരു പള്ളി നല്ല രസമാണ്. പുല്ലുവിള എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു പള്ളി കേട്ടോ. നല്ല അടിപൊളി ഇതാണ് കാണാൻ വേണ്ടി, നല്ല ലുക്കായി പള്ളി കാണാൻ. പിന്നെ ഇവിടെ ഈ തിരുവനന്തപുരത്തെ ഫേമസ് ആയിട്ടുള്ള ആഴിമല ശിവക്ഷേത്രമൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. 4 കിലോമീറ്ററോ അങ്ങനെ എന്തോ ഉള്ളൂ, 6 കിലോമീറ്ററോ അങ്ങനെ എന്തോ ഒരു ദൂരമേ ഉള്ളൂ. പിന്നെ ഞങ്ങളങ്ങനെ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചാണ് പോയത്. അങ്ങനെ ബീച്ചിൽ പോകുന്ന വഴിക്കാണിത്. രാവിലെ തൊട്ട് മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു മഴ പെയ്യുമെന്ന്. ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇതൊക്കെ കടൽത്തീരം തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലെത്തി. ഇത് ശരിക്കും നല്ല തിരക്കുള്ളൊരു ബീച്ച് തന്നെയാണ്. ഫോറിനേഴ്സൊക്കെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ കിടക്കുകയൊക്കെ ഉണ്ടാവില്ലേ ഗോവയിലൊക്കെ പോലെ കിടക്കുന്ന അതുപോലത്തെ ഒരു ബീച്ചൊക്കെ തന്നെയാണ് ഇത്. പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ പോയപ്പം അവിടെ ആരും ഇല്ലായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കടലിൽ കുളിക്കാൻ ഇറങ്ങാൻ പറ്റില്ല, കടൽ അങ്ങനെ എന്തോ തിര കൂടുതലാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പുറകിൽ കാണുന്നതാണ് ഈ സോമതീരം ആയുർവേദ വില്ലേജ് എന്നാണ് ഇതിന് പറയുന്നത്. അവിടെ ഫുള്ള് ഈ ഫോറിനേഴ്സ് വരുന്നത് തന്നെ ഈ ആയുർവേദ ചികിത്സ ചെയ്യുന്നതാണ് ഫുള്ള് അവിടെ വരുന്ന ഫോറിനേഴ്സ് മൊത്തം. ഇതാണ് ആ ഒരു ആയുർവേദ വില്ലേജ്. കാണാൻ നല്ല രസം കേട്ടോ. നല്ല വീഡിയോ കാണുന്ന പോലെയല്ല, അതിനെ നേരിട്ട് കാണുമ്പം അതിലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അപ്പുറത്തേക്കും കുറേ അങ്ങ് വരെ ഉണ്ട് കേട്ടോ. അതെനിക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ച് ഇപ്പുറത്തേക്കൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു പള്ളിയാണോയെന്ന് എനിക്കറിയില്ല, ഒരു കുരിശടി പോലെ ഒരു ഇതുണ്ട്. അത് ബീച്ചിലും ഉണ്ട്, അതുപോലെ 2 എണ്ണം അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ബീച്ച് ഇപ്പം നല്ലോണം വെള്ളം കയറിയാണ് കിടക്കുന്നത്. ഇതിലും കൂടും കേട്ടോ, ഇതിലും കയറി കിടക്കും. ഇപ്പം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഈ വെള്ളം നല്ലോണം ഇറങ്ങി കിടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നേരെ കാണുന്ന ആഴിമലയാണ്. അങ്ങ് ദൂരെ കണ്ടോ, അത് ആഴിമല ശിവക്ഷേത്രം. അവിടേക്ക് നമുക്ക് അധികം ദൂരമൊന്നുമില്ല, അങ്ങനെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അച്ചൂട്ടൻ ഈ ഓടുന്നത് വെള്ളം കണ്ടപ്പോൾ വെള്ളത്തിൽ കളിക്കാനുള്ള ഓട്ടം കേട്ടോ. ബീച്ചിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ വരണമെങ്കിൽ കരഞ്ഞിട്ടേ അവൻ വരുള്ളൂ, വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ കരയും. പിന്നെ ഇപ്പം നല്ലോണം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ ആരും ഇറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ അച്ചൂട്ടൻ ഇവിടെ നിന്ന് എങ്ങോട്ട് ഓടണം എന്നാണ് അവിടെ നിന്ന് തീരുമാനിക്കുന്നത്. പിന്നെ ഇപ്പം ഇവിടെ ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ അവൻ്റെ അച്ഛൻ അവിടെ ഉണ്ട്, ആ അച്ഛനോട് കളിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ അച്ഛനെ പിടിച്ച് വലിച്ച് കടലിലേക്ക് കൊണ്ടുപോകുന്ന ശ്രമത്തിലാണ് അച്ചൂട്ടൻ. അച്ചൂട്ടൻ ഹായ് പറയുന്നുണ്ടെങ്കിൽ കണ്ണ് മൊത്തം വെള്ളത്തിലാണ്. പിന്നെ ഈ വന്ന തിര നല്ല വലിയ തിര ആയതുകൊണ്ട് തന്നെ അച്ചൂട്ടൻ നല്ലോണം നനഞ്ഞു. പിന്നെ ഇപ്പോൾ കണ്ടോ നല്ലോണം കാണുന്നുണ്ട് ആഴിമല ക്ഷേത്രം. അത്രേ ഉള്ളൂ, അധികം ദൂരമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇവനവിടെ നിന്ന് കുറേ നേരം വെള്ളത്തിൽ കളിച്ചിട്ടോ. ഇന്ന് നല്ലോണം മതിയാവുന്ന വരെ വെള്ളത്തിൽ കളിച്ചു. നല്ലോണം തല വരെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. തലയിൽ മണലും വെള്ളമൊക്കെ ആയിരുന്നു തിരിച്ചു വന്നപ്പോൾ. അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കുമ്പോൾ എപ്പോഴും കരയും. പിന്നെ ഇന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴൊക്കെയാണ് പോകുന്നതെങ്കിൽ ഈ ഒരു പാർക്കിൽ കളിക്കാനൊക്കെ വിടലുണ്ടായിരുന്നു കേട്ടോ അച്ചൂട്ടനെ. പക്ഷേ ഇന്ന് ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ മൊത്തം വെള്ളം കയറി കിടന്നിട്ട് പുല്ലും അവിടെ നിറച്ച് പൂക്കളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ പൂക്കളൊന്നുമില്ല. എന്നിട്ട് മടുത്തു പോയി. പിന്നെ ഒന്ന് കളിച്ചോ? കുറേ നേരം കളിച്ചോ? ഇനി എവിടെ പോണത്? ഇനി എവിടെ നമ്മൾ പോണേ? അജിമു വേണോ? അച്ഛനെ നോക്കിയിട്ട് അവിടെ നിന്ന് തന്നെ തിരിച്ചു വരുന്ന വഴിക്ക് അച്ചോട്ടിന് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ വണ്ടിയിലിരുന്ന് വന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്കാണ് ഈ പാത്രം മൊത്തമുള്ള മീൻ, ഈ മീനിന് 70 രൂപയാണ് കേട്ടോ. അതും ഞങ്ങൾ അങ്ങ് വാങ്ങിയിട്ട് പോന്നു. ആകെ 70 രൂപ ഈ ഒരു പാത്രം മൊത്തം ഉണ്ടായിരുന്നു. ഞാനിത് വെച്ച് ഷോ കാണിക്കുന്നുണ്ടെങ്കിലും മീൻ കിട്ടിയ 70 രൂപയ്ക്ക് മീൻ ഇത്രയും കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. പിന്നെ അത് കഴിഞ്ഞതുകൊണ്ട് തന്നെ നന്നാക്കുന്ന കാര്യമാലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷമമുണ്ട്. അത്രയും മീനുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറേ സമയം എടുത്തു നന്നാക്കാൻ. കറി വെച്ചു,
പീര വെച്ചു. അത് കഴിഞ്ഞ് ഇത്രയും വറക്കുകയും ചെയ്തു. എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമയമായി. അത് കഴിഞ്ഞാണ് ചോറ് കഴിച്ചത്. അച്ഛനും മോനും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ചോറ് കഴിച്ചപ്പോഴത്തേക്ക് എനിക്കതൊന്നും എടുക്കാനുള്ള മൂഡുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് പോയി കുളിച്ച് ഒക്കെ റെഡിയായി വന്നപ്പോൾ ഭയങ്കര മീൻ മണമായിരുന്നു. അത് കഴിഞ്ഞ് പോയി കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചൂട്ടന് കളിക്കാൻ വേണ്ടി സമയമായി. പിന്നെ അവൻ കുറേ സമയം വണ്ടി കളിച്ചു. അത് കഴിഞ്ഞ് ബോൾ തട്ടി കളിച്ചു. അവൻ്റെ കൂടെ ഇങ്ങനെ കളിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവന് ദേഷ്യം വരും. അവൻ്റെ കൂടെ കളിക്കുകയാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്, സന്തോഷമാണ്. അങ്ങനെ കുറേ സമയം ഞാനും മോനും കൂടെ മുറ്റത്ത് പോയി കുറേ സമയം കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വന്ന ഒരു ഗ്ലാസ് പാലും ബിസ്ക്കറ്റും എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ രാത്രി അത്രയും മീൻ കൂട്ടിയത് കൊണ്ട് തന്നെ രാത്രിയായപ്പം ദോശയും ചിക്കനാണ് കഴിച്ചത്. ഈ ഒരു ഫോട്ടോ 2-3 മാസം മുന്നേ ഉള്ളതാട്ടോ. ഇതേ സ്ഥലത്ത് ഞങ്ങൾ പോയ സമയത്ത് കറക്റ്റായിട്ട് വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് ഒരു ചരക്ക് കപ്പൽ പോകുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു അപ്പം അത്രയും വലിയൊരു കപ്പലിനെ എത്രയെങ്കിലും അടുത്ത് വെച്ച് കാണുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.